ഇന്ത്യയിൽ ആരും ചെയ്യാത്ത, ഇന്ത്യക്ക് പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഇല്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വണ്ടി അത് പറഞ്ഞു തരും. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഉടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, സാധനം ഒരു മാസത്തിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇനി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട്സിൻ്റെ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമായി തീരാനുള്ളൂ, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ ഇപ്പം ബാബു എന്നോട് പറയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം കോഴിക്കോടേക്ക് ഒരു വണ്ടി വേണം എന്ന് ആവശ്യപ്പെടേണ്ട. അപ്പം നമ്മൾ ഇതിൽ ഈ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഈ വണ്ടിക്കുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അത് പറയും. ഉണ്ടെങ്കിൽ ടൈം അത് തരും. അതായത് മറ്റു വണ്ടികളുമായി ബഞ്ച് ചെയ്യാതെ വരിവരിയായിട്ട് പോകുന്നുള്ള പരാതി എല്ലാവരും ഈ KSRTC ചുമ്മാണോ നഷ്ടത്തിലാവുന്നത്, ഇതിങ്ങനെ വരിവരിയായിട്ട് പോവില്ലേ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഒഴിവാകും ഇത് വരുന്നതോടെ. അതായത് 24 hours ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനുള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെ 5 വർഷമായി നമുക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് ഓരോ ദിവസവും ഓരോ മാസവും അങ്ങനെ അതെടുക്കും. അതും കൂടി ഉൾപ്പെടുത്തി ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും GPS ഉണ്ട്. അപ്പം GPS മൂവ്മെൻ്റ് അനുസരിച്ച് വണ്ടികൾ അടുത്തടുത്ത് പോകുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇതുകൂടി വന്ന് ജീവനക്കാരുടെ ഡ്യൂട്ടി ഉണ്ട്. ഒരു ജീവനക്കാരന് ഇത്ര മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഈ 3 ഇത് വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിയായിട്ട് വരുന്നതിൻ്റെ എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനൊരു പരിഷ്കാരമാണ് ഞാൻ മുൻപിരുന്ന നിർത്തിയിടലിൽ തന്നെ കോടിക്കണക്കിന് ഇങ്ങനെ ചെയ്താൽ നന്നായി. ഒരു ദിവസം നഷ്ടം കുറയും. വില കൂടിയ എല്ലാം നിൽക്കും. ബിസിനസ് ക്ലാസ് ഉച്ചസമയത്ത് വണ്ടിയുടെ ആവശ്യമില്ല. ആ സമയത്ത് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഈ സോഫ്റ്റ്വെയർ വാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മൾ സോഫ്റ്റ്വെയർ പരിഷ്കാരം ചെയ്തപ്പോൾ കോമൺ സെൻഷ്യൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ മനസ്സും മാറട്ടെ എന്നാണ് ഇത് പെർഫെക്റ്റ് ആഗ്രഹിക്കും. ഒരു 3 months കൊണ്ട് ഇന്ന് KSRTC എല്ലാം 2 റോഡിൽ വരുന്ന വണ്ടികൾ ഒന്നിച്ച് ചേരുമ്പോൾ ഒരു വണ്ടി ഡിലേ ആയിട്ട് വന്നാൽ മതി. വെള്ളിത്തിരയിൽ നിന്ന് അധികാരത്തിന്റെ വെളിച്ചത്തിലേക്ക് എന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരു വണ്ടി കൊല്ലത്തുനിന്ന് സിനിമയിലും സീരിയലിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടും രുചിക്കുന്നത് KSRTCയെ മോചിപ്പിച്ച് നവീകരിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഗതാഗത മന്ത്രി റോഡുകളിലും ബസ്സുകളിലും ഒതുങ്ങുന്നതല്ല ഗതാഗതത്തോടുള്ള ജനങ്ങളുടെ സമീപനത്തിനുള്ള ഒരു ഉറച്ച നിലപാടാണ്. കേരള വികസനത്തിന് വേഗമേറ്റാനുള്ള സ്വപ്നങ്ങൾ പങ്കുവച്ച് കേരളത്തിന്റെ ഗതാഗത മന്ത്രി പഠിച്ചിട്ട് അതുപോലെ കമ്മീഷനെയൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ നന്നാക്കാൻ ഈ നിർത്തിയിടൽ കോമൺ സെൻസും കോടിക്കണക്കിന് സാധാരണക്കാരന്റെ മനസ്സും ഒരു ജീവനക്കാരന്റെ മനസ്സും പഠിച്ച വില കൂടിയ ഒരു ബിസിനസ് ക്ലാസ്